അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ അയവർക്കുന്ന ഒരു തോരൻ. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അത് എന്ത് തോരനാണെന്നൊന്നും ഞാൻ ഇപ്പോൾ പറയത്തില്ല, വീഡിയോ കണ്ടു നോക്കുമ്പോൾ അറിഞ്ഞാൽ മതി എല്ലാവരും. അതല്ലേ നല്ലത്. നമ്മൾ ആദ്യമേ പറയുമ്പോഴത്തേക്കും ഒരു സുഖമില്ലല്ലോ, അതിൻ്റെ ഒരു സസ്പെൻസ് ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പം എല്ലാവർക്കും നല്ലൊരു നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു തോരനാണ് കേട്ടോ. അതുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഹെയർ സ്റ്റൈല് പെട്ടെന്ന് തന്നെ കെട്ടി. അതായത് നമുക്കിപ്പം വീട്ടിൽ നിൽക്കുമ്പോഴും രാവിലെയൊക്കെ ആണെന്നെങ്കിലും നമ്മളിപ്പോൾ ഈ ചാനലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരുവിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുന്ദരിയായിട്ടൊക്കെ നിൽക്കണം എന്നല്ല ഞാൻ പറഞ്ഞ, ഒരുവിധം എന്നാലും നല്ല വൃത്തിയായിട്ടൊക്കെ നിൽക്കണ്ടേ. അല്ലെങ്കിൽ എല്ലാവരും പറയത്തില്ലേ, അജിത നായർ വെറൈറ്റി വ്ളോഗ്സിൽ അജിത ചേച്ചിയെ കണ്ടാൽ മതി, ഒരു വൃത്തിയില്ലെന്ന് പറയും. ശരിയല്ല ഞാൻ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുടിയൊക്കെ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കെട്ടിയിട്ട് നമുക്ക് വീഡിയോയുടെയൊക്കെ മുമ്പിൽ വരാൻ പറ്റിയ ഒരു കെട്ടാണ്, നമ്മുടെ ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ ഒരുപാട് പേര് ഞാൻ ഹെയർ സ്റ്റൈൽ ഇട്ടപ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, അപ്പം മുടിയില്ലാത്ത ഞങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഈ ഒരുപാട് മുടിയുള്ളതിൽ നല്ലത് കുറച്ച് മുടിയുള്ളതാണ്. നമുക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് മുടിയാകുമ്പോഴത്തേക്കും പിന്നണ്ട ഹെയർ സ്റ്റൈലുണ്ട്, പിരിക്കേണ്ട ഹെയർ സ്റ്റൈലുണ്ട്. അതിനെല്ലാം പിരിച്ച് ഇത്രയും നീളത്തിൽ പിരിക്കണം. മറ്റേത് ഇത്രയും നീളത്തിലെ മുടിയാകുമ്പം അത്രയും വരെ പിരിച്ചാൽ മതിയാവുമല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്. ഭഗവാനെ, മുട്ട മഴ വരുന്നുണ്ട്, തുണി എടുക്കണം. ഉള്ള തുണി മൊത്തം വെയിലുണ്ടായിരുന്നപ്പോ ഇട്ടിരിക്കും, എടുക്കട്ടെ എന്നാ. സോറി കേട്ടോ, ഇതിന്റെ ഇടയ്ക്ക് പറയുന്നതുകൊണ്ട് മഴക്കോള് വന്നപ്പോ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ കേട്ടോ. അപ്പൊ എല്ലാവരും ഈ രണ്ട് കാര്യങ്ങൾ നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം പുതുതായി കാണുന്നവരും. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന് എന്തെല്ലാമാണ് ഈ വീഡിയോയിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് കാണണ്ടേ കൂട്ടുകാർക്ക്? നമുക്ക് കാണാം കേട്ടോ. ഇന്ന് രാവിലെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പുമാവ് നമ്മുടെ റവ കൊണ്ടുള്ള ഉപ്പുമാവല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടോ, ഇത് ഗോതമ്പ് നുറുക്കില്ലേ, ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഗോതമ്പ് നുറുക്ക് പലതുണ്ട് കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റിയത് തന്നെ വാങ്ങിക്കണം. അല്ലാത്ത വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അതിന് വേവുണ്ട്, കുറേ നേരം വേവിക്കണം. ഇത് കണ്ടോ, ഇത് ഡബിൾ ഹോഴ്സിൻ്റെ ആണ്. ഈ ഫൈനെന്ന് പറയുന്ന ഇത് വാങ്ങിക്കണം. ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് വേഗം. ഇത് ഉപ്പുമാവിൻ്റെ തന്നെ റവയാണ്, ഗോതമ്പിൻ്റെ കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ സാധാരണ ഉപ്പുമാവ് വെക്കുന്ന രീതി തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് ഗോതമ്പിൻ്റെ നുറുക്കാന്നേ ഉള്ളൂ. പക്ഷേ ഗോതമ്പ് നുറുക്ക് ഇത് നൈസായിട്ടുള്ള നുറുക്കാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ പൊട്ടിച്ച് ശകലം എടുത്തിട്ട് ഒന്ന് കഴുകണം. അപ്പോഴത്തേക്ക് ഇതൊന്ന് വരട്ടെ. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അരി ഇട്ടു, പിന്നെ ഉപ്പുമാവിന് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ പണികൾ ഇത്രയും നേരമായിട്ടും ആയിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് തൂത്തുവാരാനൊക്കെ പോയായിരുന്നേ. അപ്പം തൂത്തുവാരി വീടൊക്കെ ഒന്ന് നമ്മുടെ മാറാനോ എന്തു പറയുന്നത്, വലയൊക്കെ ഇല്ലേ, നമ്മളൊക്കെ പിന്നെ എപ്പോഴും ഈ വലയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അധികമൊന്നുമില്ല. എന്നാലും നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് നമ്മുടെ ആ ചുക്കിലി അടിക്കുന്ന സാധനം കൊണ്ടൊന്ന് ഓടിച്ചില്ലെങ്കിൽ സമാധാനമാകത്തില്ല. അപ്പം അതിൻ്റെയൊക്കെ പുറകെ പോയിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഇത്തിരി താമസിച്ച് പോയത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, മണി 8 ആയതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ, കാണിച്ചു തരാം അതിൻ്റെ റവയെ. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നുണ്ട്. തീരെ നൈസ് റവ, ഇത് പെട്ടെന്ന് വേകും. അല്ലാണ്ട് നമ്മൾ കഞ്ഞിക്ക് വാങ്ങിക്കുന്ന ഗോതമ്പുണ്ട്, അത് പക്ഷേ ഉപ്പുമാവിന് കൊള്ളത്തില്ല, പെട്ടെന്ന് വേഗത്തില്ല. ഇത് പെട്ടെന്ന് വേകും. അങ്ങനെ നമ്മുടെ ഗോതമ്പ് റവ വെച്ചുള്ള ഉപ്പുമാവൊക്കെ റെഡിയായി. ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. മറ്റേ റവ ഉപ്പുമാവാകുമ്പോൾ ഞാൻ തേങ്ങ സാധാരണ ചേർക്കാറില്ല, പക്ഷേ ഇതിനകത്ത് കുറച്ച് തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് റവ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം, സൂപ്പറായിട്ടോ. നമ്മുടെ മറ്റേ റവയെക്കാട്ടിലും സൂപ്പറാണ്. തന്നെയല്ല, ഇത് എല്ലാവർക്കും കഴിക്കാമല്ലോ. ഇപ്പം എല്ലാവർക്കും ഷുഗറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം ഇത് കഴിക്കാം. സൂപ്പർ ഉപ്പുമാവ, ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കുക. പിന്നെ കുറേ തുണി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ മെഷീനകത്തോട്ട് എടുത്തിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കൈ കൊണ്ട് നനയ്ക്കാനുണ്ട്, അതിന് നനയ്ക്കട്ടെ. ഇതും കൂടെ അങ്ങ് നനച്ചിട്ടാലേ ഇതിങ്ങനെ കൂടിയിരിക്കും. അല്ലെങ്കിൽ ഇത് കൈ കൊണ്ട് ഇതൊക്കെ മെഷീനകത്തിടാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, വെള്ള തുണിയാണ്.
പിന്നെ ഇതെന്തൊക്കെ നല്ല തുണിയൊന്നും ഞാൻ ഇടത്തില്ല കേട്ടോ. നല്ല തുണിയൊക്കെ ഞാൻ കല്ലേ വെച്ച് നനയ്ക്കും. അപ്പോൾ ഇതൊന്ന് നനച്ചെടുക്കട്ടെ. ഇന്ന് നമുക്ക് നമ്മുടെ അമ്മുമ്മയൊക്കെ പഴമക്കാർ വെക്കുന്ന ഒരു തോരൻ നമുക്ക് വെക്കാം. വാഴപ്പിണ്ടി. എല്ലാവർക്കും വാഴപ്പിണ്ടി തോരൻ വെക്കാൻ അറിയാമായിരിക്കും. ഈ വാഴപ്പിണ്ടിക്ക് തന്നെ പല പേരുകൾ പറയും. ഉണ്ണിത്തണ്ട്, ഉണ്ണിപ്പിണ്ടി, വാഴപ്പിണ്ടി എന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങളിവിടെ പറയുന്നത് ഇത് വാഴപ്പിണ്ടി എന്നാണ്. അപ്പൊ വാഴ വെട്ടിക്കഴിയെന്ന് പറഞ്ഞാൽ നമ്മളത് പൊളിച്ചെടുക്കുന്നതാണ് വാഴപ്പിണ്ടി. അതെല്ലാവർക്കും അറിയാലോ. ഇത് പൊളിച്ചെടുക്കാനായിട്ട് കുറെ നല്ല പാടുണ്ട്. പൊളിച്ച് എനിക്ക് ഇത്രയും മതി. ഇപ്പൊ എനിക്കിതിപ്പം കൊണ്ടു തന്നത് നമ്മുടെ ഇപ്പുറത്തെ വീട്ടിലെ ജേസി കൊണ്ടു തന്നാണ് വാഴപ്പിണ്ടി. ഇതാ. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ ഇത് തോരൻ വെക്കാന്ന്. എനിക്കിഷ്ടം കേട്ടോ. ഇവിടെ പിന്നെ വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും ഈ വാഴപ്പിണ്ടിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ. ഈ വാഴപ്പിണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മുടെ വെറും വയറ്റില് ഈ വാഴപ്പിണ്ടിയുടെ ഇത് ജ്യൂസ് കുടിച്ചാൽ, ഇതിന്റെ നീര് എടുത്തിട്ട് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ വെറും വയറ്റിൽ കുടിക്കണം. നമുക്ക് അസിഡിറ്റി ഒക്കെ ഒഴിവാക്കാം. അതുപോലെ ഷുഗർ നിയന്ത്രിച്ച് നിർത്തും. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ കല്ല്, നമ്മുടെ യൂറിനിലെ കല്ലുണ്ട്, പിന്നെ പിത്താശയത്തിലെ കല്ല്, അതെല്ലാം നിയന്ത്രിച്ച് നിർത്താനായിട്ട് പറ്റുന്ന ഒരു നല്ല ഒരു സാധനമാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വയറ്റിലെ അഴുക്ക്, അൾസറിനൊക്കെ ഒരുപാട് നല്ലതാണ് വാഴപ്പിണ്ടി. അതുപോലെ വാഴപ്പിണ്ടികൾക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതെങ്ങനെയാ തോരൻ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിപ്പോ ഞാൻ കഴുകി നന്നായിട്ട് എടുത്തോണ്ട് വന്നിരിക്കുന്ന വാഴപ്പിണ്ടിയാണ്. അപ്പൊ ഇനി ഇത് കറിയല്ല, തോരൻ വെക്കാം നമുക്ക്. അപ്പൊ ഇതേമാതിരി ഇതേപോലെ ഇതിങ്ങനെ മുറിച്ചെടുക്കും. കണ്ട, അറിയാലോ അല്ലേ എല്ലാവർക്കും. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ നൂലുണ്ട്. കണ്ട, ഈ നൂല് നമ്മൾ ഇതേ ഇങ്ങനെ കയ്യിലോട്ട് അങ്ങോട്ട് ചുറ്റും. കണ്ട, എന്നിട്ട് ഇത് വെള്ളത്തിൽ അരിഞ്ഞിടണം. വെള്ളത്തിൽ അരിഞ്ഞിട്ടില്ലെങ്കിലാണല്ലോ കറക്കും. എന്നിട്ട് ഇപ്പുറത്തുള്ളതും നമ്മളിങ്ങനെ വിരലേലിങ്ങനെ ചുറ്റിയെടുക്കണം. എനിക്ക് പേടിയായി, പിച്ചാത്തിക്ക് നല്ല മൂർച്ചയാണ്. ഇപ്പൊ കയ്യിൽ ഇത് ഇടാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാഴപ്പിണ്ടിയുടെ ഈ നൂല് നമ്മുടെ കയ്യിലോട്ട് ചുറ്റിയെടുക്കണമെങ്കിൽ പാടാം. നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ, ഫിംഗർ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാത്തത്. എന്നിട്ട് ഇതേമാതിരി നൂലിങ്ങനെ ചുറ്റിയെടുക്കുക. സാധാരണ നൂലിങ്ങനെ കുറേ ചുറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ തൊപ്പി പോലെ വരും. പണ്ട് ഞങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെ വാഴപ്പിണ്ടി അരിയുമ്പോഴത്തേക്കും ഞങ്ങൾ പറയാറുണ്ട് എനിക്കിതാ എന്ന് പറയാറുണ്ട്. ഇങ്ങനെ കയ്യെ ചുറ്റി വെച്ച് ലാസ്റ്റ് മോതിരം പോലെ ആവുമായിരുന്നു. കാണിച്ചു തരാവേ. ഇതിപ്പം ഞാൻ കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ. അന്നൊക്കെ ഇഷ്ടമാതിരി എടുക്കുമല്ലോ. അപ്പം എന്നാലും ഞാൻ ഉള്ളത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി നമുക്ക് മുറിക്കാം. ഈ മുറിക്കുന്ന എത്ര കട്ടി വേണേലും ഒരുപാട് കട്ടിയിൽ മുറിക്കരുത്. ഒരുപാട് കട്ടി മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് അരിയുമ്പോഴത്തേക്ക് ഒരു ഇത് കിട്ടത്തില്ല. അപ്പം എന്താ, ബാക്കിയും കൂടെ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുക. നമുക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും. നൂലുണ്ട് ഇതില്, അതുകൊണ്ടാണ് ഇത് ചുറ്റിയെടുക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് വെള്ളത്തിലോട്ട് അരിഞ്ഞിടണം കേട്ടോ. ശകലം കൂടെ വേണം നമുക്ക്. എന്തായാലും വെക്കുന്നുണ്ട്. നൂലിങ്ങനെ ചുറ്റിയെടുക്കുക. ബാക്കി ഇനി ചുറ്റിയെടുത്തിട്ട് കാണിച്ചിട്ടല്ല, നിങ്ങൾക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പൊ ഞാനതെല്ലാം വെള്ളത്തിലോട്ട് വെറുതെ വട്ടത്തിൽ കണ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നൂലെല്ലാം ഞാനിങ്ങനെ കയ്യിൽ ചുറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ്ട ഇതേമാതിരി കിട്ടും കേട്ടോ. പണ്ട് ഇതിന് വേണ്ടിയിട്ട് പുറകെ നടക്കുമായിരുന്നു അമ്മയുടെ. ഇത് തന്നെ എന്ന് വെച്ചാൽ എന്തിനാ, എന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കയറ്റിയിട്ടിട്ട് മോതിരാന്ന് പറഞ്ഞൊക്കെ നടക്കുമായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കോ. ഇപ്പൊ ഓർത്തിട്ട് അതൊക്കെ അല്ലേ എന്തുവാ അല്ലേ. അപ്പൊ അമ്മ ഇങ്ങനെ ഇഷ്ടമാതിരി ഇങ്ങനെ ചുറ്റി എടുക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഇച്ചിരി മതിയല്ലോ, അതുകൊണ്ട് ഇത്രയും നൂലേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നൂല് മുഴുവൻ ഞാൻ ഇതേമാതിരി ചുറ്റിയെടുത്തു. ഇനി ഇത് അരിയുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇനി ഇതിനകത്ത് നൂലില്ല. അപ്പൊ ഇനി നമുക്ക് ഇത് അരിയുന്നത് എല്ലാവർക്കും അറിയാം. ഇത് അരിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നിച്ചതാ ഇങ്ങനെ പിടിക്കുക. ഇതറിയാതിരിക്കും കേട്ടോ. ഞാൻ വെക്കുന്ന രീതി ഒന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ എത്ര പിടിക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കൊത്തുക. ഇങ്ങനെ കൊത്തിയിട്ട് അരിഞ്ഞു കൊടുക്കുക. ഇത് മെനക്കേടായതുകൊണ്ട് ചിലവർക്ക് കഴിയത്തില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുമ്പം ഒരെണ്ണം വലുതായി ചെറുതായി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല.
വലുതും ചെറുതും ഒക്കെ ആവും. നമ്മളിങ്ങനെ കൊത്തി കൊത്തിയല്ലേ അരിയുന്നത്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ അരിഞ്ഞെടുക്കുക, അത്രേ ഉള്ളൂ. പഴയ ഒരു ഓർമ്മയൊക്കെ നമുക്ക് വരും അല്ലേ, വാഴപ്പിണ്ടിയൊക്കെ ഇങ്ങനെ അരിയുമ്പോഴത്തേക്കും. അപ്പം ഇതുപോലെ ഞാൻ മുഴുവൻ അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിലേ വീഡിയോ കൂടുതലിൽ എന്താവുകയും ചെയ്യും, നിങ്ങൾക്ക് ദേഷ്യം വരികയും ചെയ്യും. അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ആ പിണ്ടിയെല്ലാം അരിഞ്ഞെടുത്തു. ഞാൻ കാണിച്ചു തന്നല്ലോ എങ്ങനെ അരിയുന്നതെന്ന്. എന്നിട്ട് ഞാനിതൊന്ന് ഒന്നുകൂടെ കഴുകി ഇത് അരിപ്പയിലൊന്ന് അരിച്ചു വെച്ചിരിക്കുക. അല്ലാണ്ട് നമ്മൾ കഴുകി കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാം ഓരോന്നോരോന്ന് പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ അരിപ്പയിൽ കഴുകി വെച്ചിരിക്കുക. അപ്പം വെള്ളം ഒന്ന് ഊർന്നും കൂടെ പോകുമല്ലോ. അപ്പം നമുക്കിത് തോരൻ വെക്കാം. എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ പിണ്ടിത്തോരൻ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ നൊസ്റ്റാൾജിയ അല്ലേ, നമുക്കൊരു ഓർമ്മയല്ലേ ഇതൊക്കെ. ഞാനിപ്പോൾ ഈ പിണ്ടി അരിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഞാൻ ഓർത്ത എന്താണെന്ന് പറയാം, അമ്മ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ കയ്യിൽ ഇങ്ങനെ തൊപ്പി പോലെ വരുമല്ലോ ആ നൂലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. ഞങ്ങൾ 3 പേരല്ലേ. അപ്പോഴത്തേക്ക് ആദ്യം ഞാൻ പറയും എനിക്ക് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. അപ്പോൾ അവളുമാരും വഴക്കുണ്ടാക്കും. രണ്ടാമത്തെ എനിക്ക്, മൂന്നാമത്തെ എനിക്ക് ആ ഒരു ഓർമ്മ പെട്ടെന്ന് വന്നു കേട്ടോ. ഈ പിണ്ടി കണ്ടപ്പോഴേ വന്നു. പിണ്ടി നല്ല ആയതുകൊണ്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തോരൻ വെക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്ക് ഈ തോരൻ മാത്രം വെച്ചാൽ മതിയാകും, ബാക്കി തീയലൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് മാത്രം മതി. അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പിണ്ടിത്തോരൻ വെക്കുമ്പോഴത്തേക്കും കുറച്ച് അരി എന്ന് വെച്ചാൽ നമ്മൾ ചോറ് വെക്കുന്ന അരി കുറച്ചൊന്നിട്ട് ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിണ്ടിത്തോരന് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇങ്ങനെ അരി ഇട്ട് കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അരി ഒന്ന് ഇതായിട്ട് വരട്ടെ, ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ചിലവര് പിണ്ടിയും പരിപ്പും കൂടെ വെക്കും, ചിലവര് പിണ്ടിയും ചെറുപയറും കൂടെ തോരൻ വെക്കും, ചിലവര് പിണ്ടിയും വൻപയറും കൂടെ തോരൻ വെക്കും. എനിക്ക് പിണ്ടിക്കകത്ത് വൻപയർ ഇട്ട് തോരൻ വെക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് വൻപയർ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വൻപയറാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. നമ്മൾ വെക്കുന്ന ഏതരിയാണെങ്കിലും നമുക്ക് ഇട്ട് കടുക് വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളയരി ഇട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വെള്ളയരി ഇടുവൊന്നും വേണ്ട കേട്ടോ. വീട്ടിൽ ഏതരി വെച്ചാണോ ചോറ് വെക്കുന്നത് ആ അരി ഇടുക. ഇനി നമുക്കിനകത്തോട്ട് കടുകും മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. സാധാരണ തോരൻ, അല്ലാണ്ട് ഈ പ്രത്യേകിച്ച് കാര്യം ഒന്നുമില്ല ഇതിനകത്ത്. നമുക്ക് 2-3 വറ്റൽമുളകും കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ പണ്ടൊക്കെ ഇങ്ങനെ തോരൻ വെക്കുമ്പോൾ ഇവരൊന്നും കൂട്ടത്തില്ല, പിള്ളേരെല്ലാവരും കൂട്ടത്തില്ല. ചേട്ടൻ പിന്നെ ഇച്ചിരിയൊക്കെ കൂട്ടും കേട്ടോ. എനിക്കും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പിണ്ടി പുളുങ്കറി വെക്കുന്നത് എനിക്കിഷ്ടമല്ല, പിണ്ടി തോരൻ വെക്കുന്നതാണ് എനിക്കിഷ്ടം. നമുക്ക് എന്നിട്ട് അത് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പിണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട്. ഇതിനകത്ത് നൂലൊന്നും ഇല്ല കേട്ടോ. നൂലെല്ലാം നമ്മൾ എടുത്തതാണ്. നമ്മളിങ്ങനെ കയ്യെ ചുറ്റി നൂലെല്ലാം എടുത്തല്ലോ. ഇനി ഒട്ടും നൂലൊന്നുമില്ല. ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. എല്ലാം കൂടി ഇട്ട് നമുക്ക് അങ്ങ് അടച്ചു വെച്ചേക്കാം അല്ലേ വേണ്ട, ഒന്ന് വേഗട്ടെ പിണ്ടി. എന്നിട്ട് മതി. പിണ്ടി വെള്ളമാണല്ലോ, അപ്പോൾ പിന്നെ നമ്മളിനി വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിണ്ടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അടച്ചു വെക്കാൻ പാത്രം വെക്കട്ടെ. പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ? നമ്മുടെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ? എല്ലാവരും കാപ്പൂടിയൊക്കെ കഴിഞ്ഞേ കാണത്തുള്ളൂ അല്ലേ? ചിലവര് 10:30 കഴിയുമല്ലോ കാപ്പി കുടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും. മണി 10:30 കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഇച്ചിരി നേരത്തെ അടുക്കളയിലൊക്കെ കയറി ഒരുപാട് തുണി നനയ്ക്കാനുണ്ടായിരുന്നു. അതെല്ലാം നനച്ച് വിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം നല്ല വെയിലുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ അറിയത്തില്ല. രാവിലെ മഴ ഉണ്ടായിരുന്നു. ഇനി ഇപ്പം എന്താ പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയുമല്ലോ. ഇപ്പൊ പ്രകൃതിക്ക് എപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്നൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതനുസരിച്ച് നിൽക്കുക. ഇപ്പം വെയിലുള്ളതുകൊണ്ട് എല്ലാ തുണിയും വിരിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ചേട്ടൻ പറഞ്ഞു ഇതെന്തുവാ അലക്ക് കമ്പനിയോ എന്ന് ചോദിച്ചു. കാരണം കുറച്ച് ദിവസമായിട്ട് തുണി നനച്ചിട്ടില്ലായിരുന്നു, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോനുണ്ടായിരുന്നു, അവന്റെ തുണി ഞാൻ പറഞ്ഞു ലോഡ് കണക്കിനുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നനച്ച് വിരിച്ച് ഉണക്കി എടുത്തതിന് ശേഷം നമ്മുടെ തുണി നനയ്ക്കാന്നും പറഞ്ഞിട്ടിരുന്നു. അതാണ് കുഴപ്പമായത്. പക്ഷെ ഇഷ്ടമാതിരി ഉണ്ട്. ഇങ്ങനെ എൻ്റെ കണ്ണെപ്പോഴും വെളിയിലോട്ടായിരിക്കും കേട്ടോ. കാരണം എപ്പോഴാണ് നമുക്ക് മഴക്കാർ ഉരുണ്ടുകൂടി പെട്ടെന്ന് അങ്ങ് പെയ്യുമല്ലോ, നമുക്കത് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് വേഗട്ടെ, വെന്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്താ പിണ്ടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പല്ലല്ലോ പയറ് നമുക്ക് ഇട്ട് കൊടുക്കാം. എളുപ്പമല്ലേ പിണ്ടിത്തോരൻ?
ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കണേ. പിന്നെ നമ്മുടെ അരപ്പിനകത്ത് ഞാനിതിനകത്ത് വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ഒരു ശകലം ജീരകം, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് നോക്കാം അല്ലേ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും പിണ്ടിത്തോരനും വേണ്ട, ഒരു തോരനും വേണ്ട. അവർക്ക് കുഴിമന്തി അല്ലേ, ബാർബിക്യൂ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മതി. ഉപ്പ് നോക്കാം. ലേശം ഉപ്പിൻ്റെ കൂടെ കുറവുണ്ട്. മതി, ധാരാളം. ഒന്ന് ചെറുതായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല പിണ്ടിത്തോരനകത്ത്, പക്ഷെ പിണ്ടിക്ക് വെള്ളം ഉണ്ടല്ലോ, അപ്പം അതൊന്ന് ചെറുതായിട്ട് ഒന്ന് വലിഞ്ഞും കൂടെ വരട്ടെ. ഇനി ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ നമുക്കെടുത്ത് പാത്രത്തിലോട്ട് വെക്കാം. പിണ്ടിത്തോരൻ കാണിച്ചു തരാം, അടുത്ത് കാണിച്ചു തരാം. അങ്ങനെ പിണ്ടിത്തോരൻ റെഡിയായി. കണ്ട, ഇത്രയും പരിപാടിയേ ഉള്ളൂ. നിങ്ങൾക്ക് പരിപ്പോ ചെറുപയറോ ഒക്കെ ഇട്ട് വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വൻപയറിട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇന്ന് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു അടുക്കളയിൽ. ഈ തോരൻ മാത്രം അങ്ങോട്ട് വെച്ചാൽ മതിയായിരുന്നു. അത് വെച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം അല്ലേ. എന്നും നമ്മൾ അടുക്കളയിൽ കണ്ട് പണിയുമല്ലേ. അപ്പം പിന്നെ ചില ദിവസമൊക്കെ ഇങ്ങനത്തെ കള്ള പണികളൊക്കെ നമുക്ക് വേണ്ടേ. കള്ളപ്പണികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കറിയൊക്കെ ഉണ്ട് കേട്ടോ. കറിയൊന്നുമില്ല, നമുക്ക് ഇന്നലത്തെ തീയലൊക്കെ ഇരിപ്പുണ്ട്. പിന്നെന്താ, ഇന്നലെ ക്യാരറ്റ് ഞാൻ തൈരൊക്കെ ഒഴിച്ച് വെച്ചില്ല, അത് ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പം തോരൻ വെച്ചു. ഇനിയിപ്പം നമുക്ക് തൈരുണ്ട്, പിന്നെ അങ്ങനത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട്. പപ്പടം ഉണ്ട്. ഇതൊക്കെ പോരെ ഇന്ന് ചോറിന്. അപ്പം നമുക്ക് മുടി കെട്ടാം. ഭയങ്കര മഴയാണേ, ഭയങ്കര മഴ. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നല്ല മഴയാണ്. എന്നാലും ഞാനെൻ്റെ മാക്സിമം സൗണ്ടിൽ പറയാം കേട്ടോ. അപ്പം ആദ്യം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുടി നന്നായിട്ട് ചെയ്യി. ഉടക്കൊക്കെ കളഞ്ഞ് ഞാൻ വെച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഉടക്ക് കളഞ്ഞ് നിങ്ങൾക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ് ശരിക്കും നല്ല പോലെ പിട കളയണം കേട്ടോ. ഇതൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇതേപോലെ നമുക്കൊന്ന് മേളിലോട്ട് വെച്ച് കെട്ടി വെക്കാം. ഒരു സാധനം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കെട്ടാനായിട്ട്, നോക്കുവായിരുന്നേ. അപ്പം നമുക്കിത് കെട്ടാം. നന്നായിട്ട് ചെയ്യി കെട്ടുക. ടൈറ്റ് ചെയ്ത് കെട്ടുക. ചെറിയ റബ്ബർ ബാൻഡ് ആയിരിക്കില്ലേ. പിന്നെ ഞാനത് അല്ലെങ്കിൽ ഒത്തിരി വലുത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ പ്രാവശ്യം നമ്മൾ ചുറ്റി ഇടേണ്ട വരും. എന്നിട്ട് മുറുക്കം കിട്ടാനായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുറുക്കം കിട്ടും കണ്ട. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ഈ മുടി ചീകി കൊടുക്കുക. കാരണം മുടി അല്ലെങ്കിൽ പൊങ്ങി നിൽക്കും. അതുകൊണ്ടാണ് നമ്മളിതാ ഇങ്ങനെ ചീകി കൊടുക്കുന്നത് കണ്ട. ചീകി കൊടുക്കും. ഇനി ഇതുപോലത്തെ ഒരു ക്ലിപ്പ് എടുക്കുക, ചെറിയ ക്ലിപ്പ് കണ്ടല്ലോ. ഇതുപോലത്തെ ക്ലിപ്പ് എടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. കണ്ട, ഇവിടെ ഇങ്ങനെ അത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ക്ലിപ്പ് ഇവിടെ ഇട്ട് കൊടുക്കുക. കണ്ട,
നമ്മൾ അപ്പുറത്തോട്ട് എടുക്കുക, ഈ മുടിയെ ഇപ്പുറത്തോട്ട് എടുക്കുക. കണ്ടോ? ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ എടുത്ത മുടി നമ്മൾ ഒന്നുകിൽ ഇങ്ങനെ പിരിച്ച് എടുത്താൽ മതിയാകും, ഇല്ലെങ്കിൽ പിന്നെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിന്നെയാണ് എടുക്കുന്നത്. പിന്നെ എടുത്താലും പിരിച്ചെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പിന്നെ എടുക്കുന്നത്. പിന്നെ എടുത്തു. ഇനി നോക്കിയിട്ടാണ് ഈ പിന്നെ എടുത്ത മുടി നമ്മളിതാ ഇങ്ങനെ ഇതിന്റെ ചുറ്റും ഇങ്ങനെ ചുറ്റി കൊടുക്കുക. കൊടുക്കുമ്പം ഹെയർ പിൻ കുത്തി കൊടുക്കണം. ഞാനിപ്പം നിങ്ങളെ ഇവിടെ നിന്ന് കാണിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഹെയർ പിൻ കുത്താത്തത്. എങ്കിലും കുത്തി കൊടുത്തില്ലെങ്കിൽ ഇരിക്കത്തില്ല. ഈ മുടി എടുക്കുക. ഈ മുടിയും അതുപോലെ തന്നെ പിന്നുക. നല്ല ഹെയർ സ്റ്റൈൽ കേട്ടോ. നമ്മൾ വല്ലയിടത്തും ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ സാരിയൊക്കെ ഉടുത്തിട്ട് പോകത്തില്ലേ, അപ്പോഴൊക്കെ നല്ലതാണിത്. ഇനിയിപ്പം ചുരിദാർ ഇട്ടോണ്ടാ പോകുന്നതെന്ന് പറഞ്ഞാലും ജീൻസ് ഇട്ടാ പോകുന്നതെന്ന് പറഞ്ഞാലും ഒക്കെ ഈ ഹെയർ സ്റ്റൈല് നല്ല സൂപ്പർ ഹെയർ സ്റ്റൈലായിട്ടോ. ഇതിന് ഒരുപാട് മുടിയൊന്നും വേണമെന്നില്ല, അങ്ങനെ കുറച്ച് മുടി വേണം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റുമ്പോഴത്തേക്കും ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മുടി ഇങ്ങനെ ചുറ്റി കൊടുക്കുക. കാണാമല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഈ ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടമായോ? പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടെ ഒരു സ്ലൈഡ് കുത്തിയിട്ടുണ്ടല്ലോ. ഈ സ്ലൈഡ് നിങ്ങൾക്ക് ഇത് ഭംഗിയുള്ള സ്ലൈഡൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഇങ്ങനെ കാണുന്നത് നല്ലത് തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ മുടി നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ അത് ആ സ്ലൈഡ് കാണാതെ ഇരിക്കും. കേട്ടല്ലോ? കാണണ്ടവർക്ക് ഭംഗിയുള്ള സ്ലൈഡൊക്കെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാണുന്നത് നല്ലത് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമായോ? ഇത് ഹെയർ സ്റ്റൈലൊക്കെ കെട്ടി അടിപൊളിയാക്കി നമുക്കൊരു പൂവും കൂടെ കുത്തി കൊടുത്താലോ? കുത്തല്ലേ? വേണ്ടവർ കുത്തിയാൽ മതി കേട്ടോ. നമ്മൾ ഈ ഫംഗ്ഷൻ റിസപ്ഷനും അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടമില്ലാത്തവര് കുത്തണ്ട, ഇഷ്ടമുള്ളവര് കുത്തുക. അപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് നല്ലതാണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും കമന്റ് ഇടണം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഹെയർ സ്റ്റൈല്, പൂവൊക്കെ കുത്തിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് കെട്ടി നോക്കണം കേട്ടോ. കെട്ടി നോക്കുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കേട്ടോ. അതുപോലത്തെ സിമ്പിളാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്.
പിന്നെ ഇങ്ങനെയൊക്കെ കെട്ടി വെച്ചിട്ട് സൈഡിൽ ദേ ഇങ്ങനെ മുടിയുണ്ടല്ലോ കുറച്ചെടുത്ത് ഇങ്ങനെ വെട്ടി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, ചിലവർക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എനിക്കിഷ്ടം അങ്ങനെ വെട്ടിയിടാൻ, പക്ഷെ ഞാൻ അങ്ങനെ വെട്ടിയൊന്നും ഇട്ടിട്ടില്ല. വെറുതെ മുടി അത്ര നീളം കുറയ്ക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ പണിക്കൊന്നും പോകാൻ. എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ രണ്ട് സൈഡിൽ മുടി കിടക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഇനി വീഡിയോ ഞാൻ വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മനസ്സിലായാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.